நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നാം പ്രവേശിക്കുന്നു. നിലവിലുള്ള പോലെ വാക്കിന് നിന്നെ വാഴ്ത്താൻ തിനയോളവും എനിക്കാവുന്നില്ലല്ലോ ഈശ. ലോകങ്ങളെല്ലാം നിറഞ്ഞിരിക്കും നിന്നെ കാണാനാകുന്നില്ലല്ലോ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളാലും താതാ. നിൻ പാദം ചേരാൻ ആശിച്ച എന്നാകിലും പാദം ചേരുവാൻ ഏതും ഉതകിയിടുന്നില്ല. നിൻ്റെ പാദം ചേരുവാൻ എനിക്ക് ഇതേവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ തീരാ ദുഃഖത്തിൽപ്പെട്ട് കിടക്കുകയാണ്. നിലവിലുള്ള പോലെ വാക്കിനാൽ നിന്നെ വാഴ്ത്താൻ തിനയോളമാവുമേ എനിക്കാവതില്ലല്ലോ. ഒരു തിനയോളം പോലും, ഒരു ചെറിയ കണികയെങ്കിലും നിന്നെക്കുറിച്ച് പാടുവാൻ എനിക്കാകുന്നില്ല. ഒരു വാക്കെങ്കിലും അല്ലയോ ഭഗവാൻ നിന്നെ പ്രകീർത്തിച്ച് പാടുവാൻ നിലവിലുള്ളതുപോലെ എൻ്റെ മനസ്സിലെ വികാരം പ്രകടിപ്പിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തരത്തിലും എൻ്റെ ഹൃദയത്തിലെ നിന്നോടുള്ള ഭക്തി പാരവശ്യം വെളിപ്പെടുത്താൻ എനിക്ക് വാക്കുകളെ കൊണ്ട് കഴിയുന്നില്ല. തിനയോളം കഴിയുന്നില്ല, ഒരു തരി പോലും കഴിയുന്നില്ല. ഒരു എള്ളിൻ്റെ അത്ര പോലും എനിക്ക് നിൻ്റെ മഹത്വം പാടിപ്പുകഴ്ത്താൻ വാക്കുകളില്ല. ഇന്ന് അർത്ഥശങ്ക പോലും വന്നു പോകുന്നു. വാക്കുകൾ എനിക്ക് ലഭിക്കുന്നേയില്ല. നിന്നെ പ്രകീർത്തിച്ച് പാടുവാൻ, എൻ്റെ ഉള്ളിലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇന്ന് ഒരു വാക്കിനും സാധ്യമല്ല. അങ്ങനെ വാക്കുകൾ ഗതിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥ. വാക്കുകൾക്കൊന്നും നിൻ്റെ മഹത്വത്തെ പാടിപ്പുകഴ്ത്താൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് ഞാൻ തീരാ ദുഃഖിതനാണ്. എൻ്റെ ഉള്ളിലുള്ള പ്രേമം എങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. സാധാരണ നമ്മുടെ ഉള്ളിലുള്ള വികാരം നാം വാക്കുകളെ കൊണ്ടും ഭാവങ്ങളെ കൊണ്ടുമാണ് ചിത്രീകരിക്കുക. ഇവിടെ വാക്കും ഭാവവും ഒന്നും തന്നെ മതിയാകുന്നില്ല. അത്രയ്ക്ക് തീക്ഷ്ണമായ, അത്രയ്ക്ക് തീവ്രമായ ഭക്തിയാണ് എനിക്ക് നിന്നോടുള്ളത്. അത് വ്യക്തമാക്കാൻ ഒരു വാക്കിനും കഴിയുന്നില്ല, ഒരു ഭാവത്തിനും കഴിയുന്നില്ല. ലോകങ്ങളെല്ലാം നിറഞ്ഞിരിക്കും നിന്നെ കാണാനാകുന്നില്ലല്ലോ. നിന്നെ തേടി തേടി ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. എന്നിട്ടും നിന്നെ കാണാൻ എനിക്ക് കഴിഞ്ഞല്ലോ. ലോകങ്ങളെല്ലാം നിറഞ്ഞിരിക്കും നിന്നെ. നീ ലോകത്തിലെ സകല വസ്തുക്കളിൽ നിറഞ്ഞിരിക്കുന്നു. തൂണിലും തുരുമ്പിലും എല്ലായിടത്തും അല്ലയോ ഭഗവാൻ നീ നിറഞ്ഞിരിക്കുന്നു. എന്നിട്ടും എനിക്ക് നിന്നെ കാണാനാകുന്നില്ല. എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് എനിക്ക് നിന്നെ അനുഭവിക്കാനും കഴിയുന്നില്ല. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിന്നെ അനുഭവിക്കാൻ കഴിയുന്നില്ല. ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിന്നെ കാണാനോ കേൾക്കാനോ മണക്കാനോ ഒന്നും തന്നെ എനിക്ക് സ്പർശിക്കാനോ ഒന്നും തന്നെ കഴിയുന്നില്ല. എന്തൊരു മഹാദയനീയമാണ് എൻ്റെ അവസ്ഥ എന്ന് നോക്കൂ. താതാ, എൻ്റെ പിതാവേ, നിൻ പാദം ചേരാൻ ആശിച്ചെന്നാകിലും, നിൻ്റെ പാദം ചേരണമെന്ന് തീവ്രമായ അഭിലാഷമുണ്ടെങ്കിലും പാദം ചേരുവാൻ അതും ഉതകിയിടുന്നതില്ല. ഒന്നുകൊണ്ടും നിൻ്റെ പാദത്തെ അണയുവാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ എത്രയെത്ര ശ്രമിച്ചിട്ടും അല്ലയോ ദേവാ നിൻ്റെ പാദപത്മങ്ങൾ കാണാനോ അതിൽ ലയിച്ചു ചേരാനോ എനിക്ക് കഴിയുന്നില്ല. എന്ത് ദയനീയമാണ് എൻ്റെ ജീവിതം എന്ന് പറയുകയാണ്. അപ്പോൾ വാക്കുകൾ, എത്രയോ വാക്കുകളുണ്ട്. പക്ഷേ ഈ വാക്കുകൾ കൊണ്ടൊന്നും എൻ്റെ ഉള്ളിലെ ആ തീക്ഷ്ണമായ ഭക്തിയെ വിവരിക്കാൻ കഴിയുന്നില്ല. അത് എല്ലാ കവികളും അനുഭവിക്കുന്ന, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന ഒരു വേദനയാണ്. തൻ്റെ ഉള്ളിലുള്ള വികാരം, തൻ്റെ ഉള്ളിലുള്ള മഹാഭക്തിയെ വിശദീകരിക്കാൻ വാക്കുകൾ ഇന്ന് അപൂർണമാണ്. വാക്കുകൾ കൊണ്ട് ഒരിക്കലും ഒന്നിനും സാധിക്കുന്നില്ല. അർത്ഥശങ്കയാൽ പിഴയും സംഭവിക്കും. അതുകൊണ്ട് വാക്കുപയോഗിച്ച് നിന്നെ വർണ്ണിക്കാനാവില്ല. എന്തുപയോഗിച്ചും, ഭാവങ്ങൾ ഉപയോഗിച്ചും നിന്നെ എനിക്ക്
വർണ്ണിക്കാനാവുന്നില്ല. അപ്പോൾ വാക്കുകൾ കൊണ്ടോ ഭാവങ്ങൾ കൊണ്ടോ കണ്ടെത്താനാകാത്ത, വിവരിക്കാനാവാത്ത, അല്ലയോ മഹാഭാഗവാനെ, അവിടം തൂണിലും തുരുമ്പിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. എന്നിട്ടും എനിക്ക് അങ്ങയെ കാണാൻ കഴിയുന്നില്ല. അങ്ങയുടെ പാദപത്മങ്ങളെ അഭയം പ്രാപിക്കാൻ കഴിയുന്നില്ല. എന്നു ഞാൻ ചേരും നിന്നോടെന്നുടെ പെരുമാനെ, മേൽഗതി നീയല്ലാതെ മറ്റൊന്നുമില്ലായികയാൽ അല്ലലാർന്നീടും ഞാനെന്നോർത്തു നീ കനിയേണം. ഇല്ല മറ്റൊരു മാർഗം നിന്നോട് ചേരാൻ ഈശ. ഇല്ല മറ്റൊരു മാർഗം, ഒരു മാർഗവും എൻ്റെ മുന്നിൽ തെളിഞ്ഞ് കിട്ടുന്നില്ല നിന്നോട് ചേരാൻ. അപ്പോൾ നിന്നോട് ലയിച്ച് ചേരാൻ ഒരു മാർഗവും എനിക്ക് ലഭിക്കുന്നില്ല. അല്ലയോ ഭഗവാൻ, ഏതെങ്കിലും ഒരു മാർഗം എനിക്ക് കാണിച്ചു തരൂ. ഭക്തിയുടെ ഈ തീക്ഷ്ണമായ അവസ്ഥയിൽ ഏതെങ്കിലും ഒരു മാർഗം എനിക്ക് കാണിച്ചു തരൂ നിന്നോട് ചേരാൻ. ഇന്ന് ഞാൻ ചേരും നിന്നോട് എന്നുടെ പെരുമാനെ. അല്ലയോ പെരുമാനെ, അല്ലയോ എൻ്റെ ഗുരുനാഥ, അല്ലയോ എൻ്റെ പിതാവേ, എന്നാണ് ഞാൻ അങ്ങയോട് ചേരുന്നത്? മേൽഗതി നീയല്ലാതെ മറ്റൊന്നുമില്ല. എനിക്ക് മേൽഗതി ഇനി ഉള്ള കാലത്ത് നിന്നെ കൂടാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. അലലാർന്നിടും ഞാനെന്നോർത്ത് നീ കനിയണം. ഞാൻ തീരാ ദുഃഖിതനാണ്, വേദന കൊണ്ട് കിടന്ന് പുളയുകയാണ്. ഭക്തിയുടെ പാരമ്യത്തിൽ നിന്നെ കാണാതെ ഞാൻ അലഞ്ഞലഞ്ഞ് നടക്കുകയാണ്. ഒരു തുള്ളി ദാഹജലത്തിന് വേണ്ടി കേഴുന്ന വേഴാമ്പലിനെ പോലെ നിൻ്റെ ഒരു ദർശനത്തിന് വേണ്ടി, നിൻ്റെ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഞാനിതാ കാത്തിരിക്കുന്നു. എന്നിട്ടും ഇല്ല മറ്റൊരു മാർഗം നിന്നോട് ചേരാൻ. എനിക്ക് മറ്റൊരു മാർഗവും നിന്നോട് ചേരാനില്ല. ഈ ഭക്തിയുടെ ഉന്മാദമായ അവസ്ഥയല്ലാതെ മറ്റൊന്നും എനിക്കില്ല. എന്നിട്ടും അല്ലയോ ഭഗവാൻ, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന നിന്നെ എനിക്ക് കാണാനാകുന്നല്ലോ. എന്തൊരു മഹാദയനീയമായ ദുരന്ത ജീവിതമാണ് എൻ്റേത്. നിന്നെ കാണാതെ എനിക്കിനി ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. ഈശ, നീയല്ലാതില്ല ഇഹപരലോകമെന്ന് പേരിനാൽ അദ്വൈതത്തിൽ തത്വം ഞാൻ ബുദ്ധിഹീനൻ. നീചനാം എന്നെയാണ്ട നിർമ്മല, നിനക്കേയില്ല നീയല്ലാതൊരു ദേവനെയും. പരഞ്ജ്യോതി, അല്ലയോ പരഞ്ജ്യോതി, നീയല്ലാതെ മറ്റൊരു ജ്യോതിയെ ഞാൻ നിനക്കേയില്ല. അല്ലയോ ഭഗവാൻ ശിവൻ, അങ്ങല്ലാതെ മറ്റൊരു ദേവൻ എനിക്കില്ല. ഈശ, നീയല്ലാതില്ല ഇഹപരലോകം. ഇഹവും പരവുമെല്ലാം നീ തന്നെ. ഇഹലോകവും പരലോകവുമെല്ലാം നീ മാത്രമാണ്. നീ മാത്രമാണ് എൻ്റെ സത്യം. പേശിനേൻ അദ്വൈതത്തിൻ തത്വം ഞാൻ ബുദ്ധിഹീനൻ അറിഞ്ഞില്ല. അദ്വൈതത്തിൻ്റെ മഹാതത്വങ്ങളൊന്നും എനിക്കറിയാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? ഞാൻ ബുദ്ധിഹീനനാണ്, ബുദ്ധിയില്ലാത്തവനാണ്. ബുദ്ധിയില്ലാത്ത എനിക്ക് ശിവതത്വം ഒന്നും തന്നെ തെളിഞ്ഞു കിട്ടുന്നില്ല. ശിവാദ്വൈതം എനിക്ക് എന്താണെന്നറിയില്ല. നീചനാം എന്നെ ആണ്ട നിർമ്മല, നീചനായ എന്നെ അല്ലയോ നിർമ്മല നീ സ്വീകരിച്ചാലും നിനക്കില്ല നീയല്ലാതന്യ ദേവനെ. മറ്റൊരു ദേവനെ നീയല്ലാതെ മറ്റൊരു ദേവനെ ഞാൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ മാത്രമാണ് എനിക്ക് ശരണം. നിന്നെ മാത്രമാണ് ഞാൻ തേടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, അങ്ങ് എനിക്ക് ദർശനം നൽകിയാലും. ചിന്തയും പ്രവൃത്തിയും ചൊല്ലും പഞ്ചേന്ദ്രിയവും കൊണ്ട് മുൻകാലം നിന്നോടൊത്ത് ചേരാത്ത മൂഢൻ ഞാൻ. വെന്തുപോയതില്ല, നെഞ്ചു തകർന്നതില്ല, താതനാം നിന്നോടൊത്ത് ചേരുവാൻ കാത്തിരുന്നേൻ. നിന്നോട് ചേരാൻ ഞാൻ കാത്തിരിക്കുകയാണ്. ചിന്തയും പ്രവൃത്തിയും ചൊല്ലും പഞ്ചേന്ദ്രിയവും കൊണ്ട് മുൻകാലം നിന്നോടൊത്ത് ചേരാത്ത മൂഢൻ ഞാൻ. നിന്നോട് ചേരാൻ പരമാവധി ശ്രമിച്ചു. എൻ്റെ ചിന്ത മുഴുവനും നിന്നെക്കുറിച്ചായിരുന്നു. എന്നിട്ടും ചിന്തയിൽ നീ തെളിഞ്ഞില്ല. എൻ്റെ പ്രവൃത്തി മുഴുവനും നിൻ്റെ ആരാധനയായിരുന്നു. എന്നിട്ടും അല്ലയോ ഭഗവാൻ നിന്നെ കാണാൻ കഴിഞ്ഞില്ല. എൻ്റെ ചൊല്ല്, എൻ്റെ കവിതയെല്ലാം നിന്നെക്കുറിച്ച് പാടി സ്തുതിക്കുന്നതായിരുന്നു. എന്നിട്ടും അല്ലയോ ഭഗവാൻ നിന്നെ കാണാൻ കഴിഞ്ഞില്ല. പഞ്ചേന്ദ്രിയങ്ങളാലും നിന്നെ കാണാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നിട്ടും നിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നിന്നോടൊത്ത് ചേരാത്ത മൂഢനാണ് ഞാൻ. ഒന്നുകൊണ്ടും
എനിക്ക് ചിന്ത കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചൊല്ലുകൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ നിന്നെ കാണാനോ അനുഭവിക്കാനോ സ്പർശിക്കാനോ എനിക്ക് കഴിഞ്ഞില്ല. എന്തൊരു ദയനീയമാണ് എൻ്റെ ജീവിതം. എന്നിട്ടും ഞാൻ വെന്തു പോയതില്ല, എന്നിട്ടും ഞാൻ വെന്ത് നശിച്ചില്ല. ദുഃഖത്തിൻ്റെ തീച്ചൂളയിൽപ്പെട്ടിട്ടും ഞാൻ വെന്ത് നശിച്ചില്ല. നെഞ്ച് തകർന്നതുമില്ല, എൻ്റെ നെഞ്ച് നിന്നു പോയതുമില്ല, തകർന്നതുമില്ല. താതനാം നിന്നോടൊത്ത് ചേരുവാൻ ഞാൻ കാത്തിരിക്കുന്നു. അപ്പോൾ മഴകാത്ത വേഴാമ്പലിനെ പോലെ നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. ഇനി അവസാനത്തെ പാടൽ നോക്കൂ. ഇരുമ്പ് നെഞ്ചാർന്നവൻ വഞ്ചനകനാകുമെന്നെ അടിയാനാക്കി തീർത്തു നിന്നുടെ കാലടികൾ. നിൻ്റെ കാലടികളെ പിന്തുടർന്ന് അതിനെ ധ്യാനിച്ച് എൻ്റെ ജീവിതമാകെ നിനക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞു വച്ചിരിക്കുന്നു. ഇരുമ്പ് നെഞ്ചാർന്നവനാണ് ഞാൻ, അതുകൊണ്ടാണോ എനിക്ക് അങ്ങയെ കാണാൻ പറ്റാത്തത്? വഞ്ചകനായതുകൊണ്ടാണോ എനിക്ക് അങ്ങയെ കാണാൻ പറ്റാത്തത്? കരിമ്പിൻ ചാറ് പോലെ ആനന്ദം എനിക്ക് ഏകുക. മടുപ്പ് തോന്നി നിന്നെ മറന്നു പോകയാലേ എരുതിയുണ്ടായിട്ടും മരിക്കാതിരിപ്പു ഞാൻ. എനിക്ക് കൂറുണ്ടെന്ന് ചൊന്നതും പിരട്ടല്ലേ. എൻ്റെ കൂറ് വെറും തോന്നലല്ലേ. നിന്നോടുള്ള സ്നേഹം എനിക്ക് ഉണ്ട് എന്നുള്ളത് പോലും എനിക്കിപ്പോൾ കൂറില്ലാത്ത ഒരു പിരട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നു. അതായത് ഞാൻ വെറുതെ അഭിനയിക്കുകയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടായിരിക്കാം നീ എനിക്ക് ഇതേവരെ പ്രത്യക്ഷനാകാത്തത്. മടുപ്പ് തോന്നി നിന്നെ മറന്നു പോകയാലേ. നിന്നോട് എനിക്ക് മടുപ്പ് പോലും തോന്നി ഞാൻ മറന്നു പോയോ? എരുതിയുണ്ടായിട്ടും മരിക്കാതിരിക്കുന്നു ഞാൻ. അപ്പോൾ ഇത്രയേറെ ഭഗവാനോട് ഭക്തി ഉണ്ടായിട്ടും ഇതെല്ലാം വെറും പിരട്ട് മാത്രമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതായത് എനിക്ക് നിന്നോടുള്ള ഭക്തി വെറും അഭിനയമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അല്ലയോ ഭഗവാൻ നീ എനിക്ക് പ്രത്യക്ഷനാകാത്തത്. എൻ്റെ തീവ്രമായ ഭക്തി കേവലം ഒരു അഭിനയം മാത്രമാണോ, ഒരു പിരട്ട് മാത്രമാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഭഗവാൻ നീ എന്നോട് വന്നണയാത്തത്. കരിമ്പിൻ ചാറ് പോലെ ആനന്ദം എനിക്ക് ഏകുക. കരിമ്പിൻ്റെ ചാറ് പോലെ മാധുര്യമുള്ള ആനന്ദം അല്ലയോ ഭഗവാൻ അവിടുന്ന് എനിക്ക് ഏകിയാലും. അപ്പോൾ ഇവിടെയെല്ലാം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ കരിമ്പിൻ ചാറ് പോലുള്ള ആ മധുരതമമായ ആ ആനന്ദ നിർവൃതി, ശിവാനന്ദ നിർവൃതി അല്ലയോ ഭഗവാനെ എനിക്ക് നൽകിയാലും. ഞാൻ നിന്നോടുള്ള നിരന്തരമായ ഭക്തിയാൽ ഇതേവരെ തകർന്നു പോയിട്ടില്ല. ഇനിയെങ്കിലും അല്ലയോ ഭഗവാൻ ഞാൻ എൻ്റെ ജീവൻ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നിൻ്റെ പാതാരവിന്ദങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി എൻ്റെ ജീവൻ പിണമായി മാറിയാലും അല്ലയോ ദേവ അടുത്ത ജന്മത്തിലെങ്കിലും ഭഗവാനെ അവിടുന്ന് എനിക്ക് ദർശനം നൽകിയാലും. അപ്പോൾ ഈ വാക്കുകളെ കൊണ്ട് ഒരിക്കലും വർണ്ണിക്കാനാവുന്നില്ല എന്നുള്ളതാണ് മാണിക്യവാചകരുടെ തീരാ ദുഃഖം. സ്തുതിഗീതങ്ങൾ ആലപിച്ചിട്ടും ആ വാക്കുകളൊന്നും വേണ്ട, തൻ്റെ ഹൃദയത്തിലെ ഭക്തിഭാവത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ആ വാക്കുകൾക്കൊന്നും കഴിയുന്നില്ല. അപ്പോൾ അത് വാക്കുകളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്നില്ല. ഇതാണ് എല്ലാ കവികളുടെയും നിരന്തരമായ വേദന. തൻ്റെ ഉള്ളിലെ തീവ്രഭക്തി, തൻ്റെ ഉള്ളിലെ ശിവബോധം, അതിനെ വാക്കുകളെ കൊണ്ട് ചിത്രീകരിക്കാനാവുന്നില്ല എന്ന് കരുതിയിട്ട് എല്ലാ കവികളും നിരന്തരം കേഴുന്ന് നമുക്ക് കാണാൻ പറ്റും. ശിവവാക്യരുടെ ഒരു കവിതയിൽ താൻ വാക്കുകൾ കൊണ്ട് തനിക്ക് വിവരിക്കാനാവാത്തതുകൊണ്ട് 5 എഴുത്തിൽ വിവരിക്കുകയാണെന്നാണ് പറയുന്നത്. ദാ നോക്കൂ, മൂലവട്ടം മുകളിലായി മുളച്ച 5 എഴുത്തിൽ ഉയരെയായി കോലവട്ടം 3 തായെ കുലത്തുലഞ്ഞ് നിന്ന് നീ ജ്ഞാനമാകട്ടെ മണ്ണിനുള്ളിൽ നവിലും ജ്ഞാനമായിടിൽ ഏലവട്ടമായിരുന്നിടും ശിവായമേ.
ആദി അന്തമൂല ബിന്ദുനാദം ഭൂതമായി. ആദി അന്തമൂല ബിന്ദുനാദം അഞ്ചെഴുത്തായി. ആദി അന്തമൂല ബിന്ദുനാദമായി മേവി നിന്ന ആദി അന്തമൂല ബിന്ദു നാദമം ശിവായമേ. അപ്പോൾ ശിവനെ നാദമായും ബിന്ദുവായും ആയി ചിത്രീകരിച്ചുകൊണ്ട് തൃപ്തിപ്പെടുകയാണ് ശിവവാക്യർ. ആദി അന്തമൂല ബിന്ദുനാദം അഞ്ചും ഭൂതമായി. അപ്പോൾ ബിന്ദു, നാദം, പിന്നെ പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം അങ്ങാണ്. ആദി അന്തമൂല ബിന്ദുനാദം അഞ്ചെഴുത്തായിത്തീരുന്നു. അതായത് നമഃശിവായ എന്ന അഞ്ചെഴുത്തായി തീർന്നിരിക്കുന്നു. ആദി അന്തമൂല ബിന്ദുനാദമായി മേവി നിന്ന ആദി അന്തമൂല ബിന്ദുനാദം ശിവായ. അപ്പോൾ ആദിമൂല അന്തമായി നിൽക്കുന്ന ബിന്ദുനാദ ശക്തിയാണ് ശിവമെന്ന് പറയുകയാണ് ശിവവാക്യർ ചെയ്യുന്നത്. അതിനെ അഞ്ചെഴുത്തിൽ സംഗ്രഹിക്കാനാണ് ശിവവാക്യർ ശ്രമിക്കുന്നത്. അഞ്ചെഴുത്തെന്ന് വെച്ചാൽ നമഃശിവായ. ആ നമഃശിവായ എന്ന അഞ്ചെഴുത്തിൽ ശിവ മഹിമ മുഴുവനും, ശിവ തത്വം മുഴുവനും, ശിവദർശനമാകെ ഉൾക്കൊള്ളിക്കാൻ ഈ അഞ്ചെഴുത്തിൽ ശ്രമിക്കുകയാണ്. നമഃശിവായ എന്ന അഞ്ചെഴുത്തുകൊണ്ട് സാധിക്കുമെന്ന് ആശ്വസിക്കുകയാണ് ഇവിടെ ശിവവാക്യർ ചെയ്യുന്നത്. അല്ലാതെ ശിവനെ പുകഴ്ത്താൻ, ശിവനെ സ്തുതിക്കാൻ വാക്കുകൾ കിട്ടുന്നേയില്ല. അഞ്ചെഴുത്ത് മാത്രമേ കുറച്ചെങ്കിലും ശിവൻ്റെ ശക്തിവിശേഷങ്ങളെ പ്രകടിപ്പിക്കുന്നുള്ളൂ. നമഃശിവായ എന്ന പഞ്ചാക്ഷരമല്ലാതെ മറ്റൊരു വാക്കും മറ്റ് അക്ഷരങ്ങളൊന്നും ശിവൻ്റെ മഹത്വത്തെ, ശിവൻ്റെ ശക്തിയെ, ശിവതത്വത്തെ, ശിവബോധത്തെ വിശദീകരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമഃശിവായ എന്ന് ഞാൻ ചുരുക്കുന്നു എന്നാണ് ശിവവാക്യർ ഈ പാടലുകളിലും പറയുന്നത്. അപ്പോൾ 18 സിദ്ധന്മാർക്കും വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ശിവൻ്റെ മഹത്വം, ശിവബോധം, ശിവതത്വജ്ഞാനത്തെ വിശദീകരിക്കാൻ വാക്കുകളെ കൊണ്ടൊന്നും ആവുന്നില്ല. വാക്കുകൾക്കും ഭാവങ്ങൾക്കും എല്ലാം അപ്പുറമുള്ള ഒരനുഭൂതിയായിട്ട്, ഒരനുഭവമായിട്ട് ശിവബോധം ഹൃദയത്തിൽ വിരിയുമ്പോൾ മാത്രമേ അയാൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക്, ശിവസാക്ഷാത്കാരത്തിലേക്ക് എത്തിപ്പെടുകയുള്ളൂ. അവിടെ വാക്കുകൾ പരാജയപ്പെടുന്നു, ഭാവങ്ങൾ പരാജയപ്പെടുന്നു, പഞ്ചേന്ദ്രിയങ്ങളും പരാജയപ്പെടുന്നു, പഞ്ചഭൂതങ്ങളും പരാജയപ്പെടുന്നു. എല്ലാം പരാജയപ്പെടുമ്പോൾ നമഃശിവായയുടെ പൊരുൾ ഹൃദയത്തിൽ തെളിഞ്ഞു വരികയും അതിൽ ഭക്തൻ ലയിച്ചു ചേരുകയും അങ്ങനെ ശിവനുമായി ഒന്നായി ചേരുകയും ചെയ്യുന്ന ആ സ്വർഗീയ നിമിഷത്തിന് വേണ്ടി, ആ മഹനീയ നിമിഷത്തിന് വേണ്ടി മാണിക്യവാചകർ ഈ ആനന്ദ പാരവശ്യത്തിൽ കേണ് കരയാണ്. ആ ശിവാനന്ദ ലഹരി അല്ലയോ ഭഗവാൻ എനിക്ക് നൽകിയാലും. ഓം ശിവായ നമഃ.